എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ശാസ്ത്രമേളയ്ക്ക് നമ്മുടെ വെണ്ടാറ സ്കൂളിൽ പോയ കാര്യം. അത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു 22-നായിരുന്നു ഇവിടെ പോയത്, October 22-ന്. അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഏകദേശം കിട്ടില്ല എങ്കിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വഴി കയറുന്നത് എൻ്റെ അമ്മ പറഞ്ഞ് ഇങ്ങനെ ഫ്ലെക്സിന് ഇതിട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിക്കുമ്പോൾ സ്കൂളുകാർ തന്നെ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഇടാൻ പറ്റുന്ന അങ്ങനെ ഇടത്തില്ലേ, ഞങ്ങളങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്തിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം ഇത്തിരി അധികമില്ല, അതാണ് എന്തോ കൈ ക്യൂട്ടസ്. ഇതൊന്നും മറ്റേ ഫിൽറ്ററിൻ്റെ കുഴപ്പം കേട്ടാ, കൈ ക്യൂട്ടസൊക്കെ ഇരിക്കുന്നു കേട്ടോ. പറഞ്ഞിരിക്കുകയാണ്. അപ്പം 100 സബ്സ്ക്രൈബേഴ്സ് കറിഞ്ഞു. പക്ഷെ ഇനി 100 കഴിഞ്ഞിനി 33 സബ്സ്ക്രൈബേഴ്സ് കൂടി. ഇനിയും കുറേ പേര് വരാറുണ്ട്. പിന്നെ 1K 2K 3K അങ്ങനെ പോകണം. ഞാനിപ്പോൾ സിറ്റോട്ടി ഇരിക്കും കേട്ടോ. ഹലോ ഉണ്ടോ സിറ്റോട്ടി? അപ്പം ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് സന്തോഷം കൊണ്ടൊക്കെ ഇരിക്കപ്പുറത്തില്ലേ, അതുപോലെയൊക്കെ ആയിപ്പോയി. ഈ സമ്മാനം കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ സമ്മാനം ഞങ്ങൾക്ക് ആനിവേഴ്സറി നടന്നു തരുമെന്ന് ടീച്ചർ പറഞ്ഞു. ആനിവേഴ്സറി എനിക്ക് തോന്നുന്നത് മാർച്ചിൽ എപ്പോഴാണെന്ന് തോന്നുന്നു. അതിന് അത്രയും ദിവസം എടുക്കും. പിന്നെ നവംബറിലാണ് കലോത്സവം, അതിനും കിട്ടുമെന്നാണ് സംശയമല്ല ഗൈസ്. എനിക്കൊരു എന്നെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ സ്പേസ് റിസർച്ച് ചെയ്തൊരു സയൻറ്റിസ്റ്റാണ്. സ്പേസിനെ കുറിച്ച് റിസർച്ച് ചെയ്യും, ഇംഗ്ലീഷ് സ്റ്റോറി എഴുതും, ഒരു യൂട്യൂബറാണ്. ഇപ്പം കണ്ടല്ലോ ഞാൻ യൂട്യൂബറാണ്, തീർച്ചയായും നിങ്ങൾക്കറിയാം. പിന്നെന്തുവായിരുന്നു എന്നെക്കുറിച്ച് പറയുന്ന കാര്യം ഞാൻ തന്നെ മറന്നു പോകുന്നു. അപ്പം ഞാനൊരു സ്റ്റോറി റൈറ്ററാണ്, ഇംഗ്ലീഷ് സ്റ്റോറി റൈറ്റർ. പിന്നെ യൂട്യൂബറാണ്, അത് നിങ്ങൾക്ക് പറയാം. ഒരു സയൻറ്റിസ്റ്റാണ്, അത് നിങ്ങൾക്ക് പറയാം. ഇനി എൻ്റെ 3 എണ്ണല്ലേ ഉള്ളൂ. അതാണ് എൻ്റെ 3 എണ്ണം. അതാണ് ഞാൻ വ്യത്യസ്തനാക്കുന്നത്. കഥ എഴുതുന്നത്, ഇംഗ്ലീഷ് സ്റ്റോറി എഴുതുന്നത്. മലയാളം എഴുതി കഴിഞ്ഞാൽ ഹസ്യ ഒന്നുമില്ല ഇതിനകത്ത്. എല്ലാം ഉണ്ട്, പക്ഷെ ചെറിയ മിസ്റ്റേക്ക്. കഥ എഴുതുമ്പോൾ ഒന്നും കാണരുതല്ലോ. പക്ഷേ ഇംഗ്ലീഷ് സ്റ്റോറി ആയതുകൊണ്ട് കലോത്സവത്തിന് ഇംഗ്ലീഷ് സ്റ്റോറി ഉണ്ട്. ഞാൻ സ്റ്റോറി എഴുതി ടീച്ചറിനെ കൊടുത്തിട്ടുണ്ട്. ടീച്ചറിന് എന്ത് പറയുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് നടത്തിയത് 21-ാം തീയതി തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇത് പറഞ്ഞുകൊണ്ട് ലൈവ് ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ലൈവ് ഇട്ടാൽ മൊത്തം അടിച്ചു കേട്ടു. ഞങ്ങൾ ലൈവ് ഇടാനൊന്നും പോയില്ല. ലൈവ് ഇട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ ഗൈസ് എനിക്ക് എൻ്റെ കൂടെ തന്നെ NN Pro മിക് ഡോക്കിൻ്റെ ഉടമയായ നവീനും കിട്ടിയിട്ടുണ്ട്. നവീൻ 2nd സ്ഥാനം. നവീൻ 2nd എ ഗ്രേഡാണെന്ന് തോന്നുന്നു അവന്, എന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സി യു. ഇറ്റ്സ് മീ ശ്രാവൺ.